വിസ്മയം എന്ന കഥയുടെ തുടർഭാഗം. വിശ്വനാഥ് ഒരു സാധാരണ നായർ കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളാണ്. കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചു വരുന്ന ഒരു കുടുംബമാണ് വിശ്വനാഥിൻ്റേത്. എങ്കിലും കഷ്ടപ്പെട്ട് ഒരു ബിരുദം വിശ്വനാഥ് നേടിയിരുന്നു. അനുപമയെ വിശ്വനാഥ് കാണുന്നത് കോളേജിൽ വെച്ചാണ്. BA ഇംഗ്ലീഷ് 1ാം വർഷ വിദ്യാർത്ഥി. കണ്ടാൽ ആരും ഒന്ന് നോക്കും, അത്രയ്ക്ക് സുന്ദരിയാണ് അനുപമ. നാട്ടിലെ ജന്മിയായി വാഴുന്ന ആദിത്യവർമ്മയുടെയും ലക്ഷ്മി തമ്പുരാട്ടിയുടെയും ഏകമകൾ. സുഖസുഷുപ്തിയിൽ ലയിച്ചു വളരുന്ന പെൺകുട്ടി. എന്തായാലും അവർ തമ്മിൽ അടുത്തു. വീട്ടുകാരുടെ സമ്മതമില്ലാതെ വിവാഹവും കഴിച്ച് പിന്നീടുണ്ടായ സംഭവ പരമ്പരകൾക്കൊടുവിൽ അനുപമയെ വീട്ടുകാർ പടിയടച്ച് പിണ്ണം വെച്ചു. ഇങ്ങനെയൊരു മകൾ ഞങ്ങൾക്കില്ല. അനുപമയുടെ കൈയും പിടിച്ച് വിശ്വനാഥ് തൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നു. ചാരുലത ഇരു കൈകൾ നീട്ടി അവരെ സ്വീകരിച്ചു. അച്ഛൻ്റെ മരണശേഷം കുടുംബകാര്യങ്ങളെല്ലാം അമ്മയാണ് നോക്കുന്നത്. കുറച്ച് നിലവും പറമ്പും മാത്രമാണ് അവർക്കുള്ളത്. പിന്നീട് വിശ്വനാഥ് കൃഷികാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ കഴിയുന്നതിനിടയിലാണ് വിസ്മയയുടെ ജനനം. അതേറെ സന്തോഷമുളവാക്കി ഇരുവരുടെ ജീവിതത്തിലും. വിസ്മയയ്ക്ക് 10 വയസ്സുള്ളപ്പോൾ വാങ്ങിക്കൊടുത്താണ് ഇപ്പോൾ മീൻ വിൽക്കാൻ കൊണ്ടുപോകുന്ന ആ സൈക്കിൾ. അത് ഒരു നിധി പോലെയാണ് വിസ്മയ സൂക്ഷിച്ചത്. കാരണം 10 വയസ്സുള്ള വിസ്മയയ്ക്ക് ആ സൈക്കിളിൽ അന്ന് കയറുവാൻ സാധിക്കുമായിരുന്നില്ല. വലിയ സൈക്കിളായിരുന്നു. എപ്പോഴും മേടിക്കണ്ടല്ലോ, കുറച്ച് വലുതായാലും ഉപയോഗിക്കാമെന്ന് പറഞ്ഞാണ് അന്ന് ആ സൈക്കിൾ അച്ഛൻ വിശ്വനാഥ് വാങ്ങിക്കൊടുത്തത്. ഇന്നത് തനിക്കത് ഗുണമായി എന്ന് വിസ്മയ മനസ്സിലോർത്തു. അങ്ങനെ ആ സ്വർഗീയ ജീവിതത്തിലേക്ക് നിലച്ചിരിക്കാതെയാണ് ആ ദുരന്തം വന്നുകൂടിയത്. അച്ഛനും അമ്മയും ഒരു വിവാഹത്തിൽ പങ്കെടുക്കുവാൻ ടൗണിൽ പോയതാണ്. ബസ് കായലിലേക്ക് മറിഞ്ഞ് വിശ്വനാഥും അനുപമയും കുറേ ആൾക്കാരും മരണപ്പെട്ടു. അപ്പോൾ വിസ്മയയ്ക്ക് 14 വയസ്സ്. തളർന്നുപോയി ആ കുടുംബം. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട വേദന ദിവസങ്ങളോളം വേണ്ടി വന്നു അത് വിശ്വസിക്കാൻ. എല്ലാ അർത്ഥത്തിലും വഴിമുട്ടിപ്പോയി ജീവിതം. മുത്തശ്ശിക്കാണെങ്കിൽ പ്രായമായി. ബാങ്കിൽ കുറച്ചു മാസങ്ങൾക്ക് ശേഷം ലോൺ എടുത്ത തുകയുടെ തവണ മുടങ്ങിയെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ വന്നു. എന്നാ ചെയ്യണമെന്ന് വിസ്മയ്ക്ക് അറിയില്ല. നെൽകൃഷിയിൽ നിന്നും കാര്യമായ ലാഭം ലഭിക്കാതെ വന്നപ്പോൾ അച്ഛൻ വസ്തുവിൻ്റെ ആധാരം വെച്ച് ലോൺ എടുത്തിരുന്നു. അടവുകൾ മുടങ്ങിയതോടെ ഉണ്ടായിരുന്ന സ്ഥലം ജപ്തിയുമായി. പിന്നീട് വീടും 5 സെൻറ്റ് സ്ഥലവും മാത്രമാണ് ബാക്കിയായത്. അതിലാകെയുള്ളത് 4 തെങ്ങും കുറച്ച് മരങ്ങളും മാത്രമാണ്. അതിൽ നിന്ന് ഒരു കുടുംബം കഴിഞ്ഞുകൂടുവാനുള്ളതായിട്ട് ഒന്നും തന്നെയില്ല. വാർഷികാവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാറുമായി. പുസ്തകം മേടിക്കണം, യൂണിഫോം മേടിക്കണം, വീട്ടുചിലവ്, മുത്തശ്ശിയുടെ മരുന്ന്. ആ 15-കാരിക്ക് ആലോചിക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാത്തിനും എന്താണൊരു വഴിയെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നാണിയമ്മ മീനുമായി വന്നത്. ചേച്ചിയമ്മേ, മീൻ വേണോ എന്ന ശബ്ദം കേട്ട് വിസ്മയ ഇറങ്ങിച്ചെന്നു. വേണ്ട നാണിയമ്മേ, മുത്തശ്ശി പറഞ്ഞു. അതെന്താ കുഞ്ഞേ? മീൻ വാങ്ങിയാൽ പണം തരണ്ടേ? എങ്ങനെ തരാനാ? മുത്തശ്ശിയുടെ ചോദ്യം. തൻ്റെ വിഷമങ്ങൾ മുഴുവൻ നാണിയമ്മയോട് മുത്തശ്ശി പറഞ്ഞു. ഇത് കേട്ട് നാണിയമ്മ വിസ്മയെ നോക്കി. വിസ്മയ നാണിയമ്മയോട് ചോദിച്ചു, നാണിയമ്മയ്ക്ക് ഒരു ദിവസം എത്ര രൂപ കിട്ടും മീൻ വിറ്റാൽ? ഇത് കേട്ട് നാണിയമ്മ പറഞ്ഞു, മീനിൻ്റെ വില കൊടുത്തു കഴിഞ്ഞാൽ കുടുംബം കഴിയാനുള്ളത് കിട്ടുന്നുണ്ട് കുഞ്ഞേ. ഇത് കേട്ടപ്പോൾ വിസ്മയ നാണിയമ്മയോട് ചോദിച്ചു, ഞാനും വരട്ടെ നാളെ മുതൽ? നാണിയമ്മ മീൻ എടുക്കുന്നിടത്ത് നിന്നും എനിക്കും ഇത്തിരി മീൻ എടുത്തു തരണം. അത് കേട്ടതും മുത്തശ്ശി ഒരുപാട് വഴക്ക് പറഞ്ഞു വിസ്മയെ. എന്താ കുഞ്ഞേ നീ പറഞ്ഞത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കുകയില്ല. ഇത് കേട്ട നാണിയമ്മ മുത്തശ്ശിയോട് പറഞ്ഞു, ഇച്ചേച്ചി വിഷമിക്കരുത്. നാണി ഒരു കാര്യം പറയാം. കുഞ്ഞു പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഏതു തൊഴിലിനും അതിൻ്റേതായ അന്തസ്സുണ്ട്. ആരോടും വെറുതെ ഒരു രൂപ പോലും ചോദിക്കുന്നില്ലല്ലോ. നല്ലതല്ലേ അവനവൻ അധ്വാനിച്ച് നേടുന്നത്? കുഞ്ഞിനൊരു സൈക്കിളുണ്ടല്ലോ, അതിൽ ചന്തയിൽ നിന്ന് ഒരു പെട്ടി മീൻ എടുത്താൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വിറ്റ് തീരും. വീട്ടിലവിനുള്ള പണവും കിട്ടും. കുഞ്ഞു പറഞ്ഞതിന് ഒരു തെറ്റുമില്ല. പിന്നീട് മുത്തശ്ശി ഒന്നും പറഞ്ഞില്ല. മൗനം സമ്മതമായി വിസ്മയ കണ്ടു. എങ്കിൽ പറഞ്ഞതുപോലെ നാളെ മുതൽ ഞാനുമുണ്ട് ചന്തയിലേക്ക്. നാണിയമ്മ എന്നെ പരിചയപ്പെടുത്തി തരണം. ഞാനൊരു കുടുക്ക സൂക്ഷിച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അച്ഛൻ വിശ്വനാഥ് കുഞ്ഞിലേ വാങ്ങിത്തന്നതാണ് ആ കുടുക്ക. നാട്ടിലെ അമ്പലത്തിലെ ഉത്സവത്തിന്. അന്ന് മുതൽ അച്ഛൻ എന്നും ചില്ലറകൾ ഇടാൻ തരുമായിരുന്നു. അതിലെല്ലാം അച്ഛൻ്റെ കൈവിരൽ സ്പർശം ഏറ്റിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. വഴിമുട്ടി നേരത്ത് വഴി തെളിക്കാൻ അത് മാത്രമാണ് ആകെയുള്ളത്. ആ കൈകളിൽ കൂടിയാവട്ടെ വിസ്മയ തീരുമാനിച്ചു. നാണിയമ്മ പിറ്റേന്ന് തന്നെ
വിസ്മയെയും കൂട്ടി മീൻ ചന്തയിൽ ചെന്നു. അടുത്ത ഭാഗവുമായി